മൈലേജ് 20-22 കിലോമീറ്റർ എങ്ങനെ മൈലേജ് കിട്ടുന്നവനാണ്. അതെ, ഇന്നത്തെ വീഡിയോയിൽ കുറെ മൈലേജ് ചാമ്പ്യൻ വണ്ടികൾ, കുറെ ഡീസൽ വണ്ടി സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. നെക്സോൺ XZ പ്ലസ് ഡീസൽ മാനുവൽ, മൈലേജിന്റെ കാര്യം പറയണ്ട, 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടും. പുതിയ പേപ്പർ എടുത്ത വണ്ടി 1967. അതെ, ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്താണോ? ലേറ്റസ്റ്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നലെ കമ്പനിയിലെ സർവീസ് ചെയ്തതിന്റെ ബില്ല് അതിനകത്തുണ്ട്. ഇന്നലെ സർവീസ് ചെയ്ത വണ്ടിയാണ്. ഫാൻസി നമ്പർ, കസ്റ്റമർ പഴയ നമ്പർ ബുക്ക് ചെയ്തെടുത്ത നമ്പർ, എല്ലാം കൊണ്ട് തികഞ്ഞൊരു പോളോയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി വാഹനമാണ്. നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. പറഞ്ഞതല്ല, 1,85,000 രൂപ ലാസ്റ്റ് കൊടുക്കാം. അടുത്തത് വീണ്ടും ഒരു മൈലേജ് ചാമ്പ്യൻ ആണ്. മൈലേജ് ചാമ്പ്യൻ ആണ്, ഫുൾ ഓപ്ഷൻ വാഹനമാണ്. വെർണ ഡീസൽ ഹൈ ക്വാളിറ്റി വാഹനം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വാഹനമാണ്. ഡീസലാണ് 85 ആണ്. 85 ആകുമ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് കുറവായിരിക്കും. ഇത് 1.5 ഡീസൽ. എക്സ്ട്രാ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിൽ ലിപ്പ് സ്കേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് TDI ആണോ? അതെ, ഇതും ഡീസൽ വണ്ടിയാണ്. ഇതും മൈലേജ് വണ്ടിയാണ്. നമ്മൾ 4ഓളം വണ്ടി ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ്, വെറും 40,000 കിലോമീറ്റർ കൊടുക്കുന്നത്. E20 പെട്രോളിന് പേടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ. കുറെ ഡീസൽ വണ്ടി ഉണ്ട്. ഇനി നമുക്കൊരു 5-6 വാഹനം കയറാനുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? അതെ. ഹലോ, അപ്പോൾ പെരുമ്പാവൂർ കാഴ്ചയിൽ നിന്ന് രണ്ടാമത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ആദ്യത്തെ വീഡിയോ ആ ഒരു സൈഡിലെ വണ്ടികളായിരുന്നു. നോക്കിക്കോളൂ, നല്ല കിടുക്കൻ വണ്ടികളുണ്ട്. അതിനകത്ത് ഇപ്പോൾ മോഡിഫൈഡ് വണ്ടികൾ ഉൾപ്പെടെ 0 ഡൗൺ പേയ്മെന്റ് വണ്ടിയുണ്ട്, ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ വരുന്ന വണ്ടികളുണ്ട്. അങ്ങനെ എല്ലാ കാറ്റഗറിയിലുള്ള വണ്ടികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ ഒരു സൈഡിലെ വണ്ടികളാണ്. പെരുമ്പാവൂർ കാഴ്ചിന്റെ ലൊക്കേഷൻ വരുന്ന എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറി എന്ന് പറയുന്നതാണ്. നമ്മുടെ ഷിയാസൊക്കെ കൂടെ ഉണ്ട്. തുടങ്ങാം. ബാക്കി കാര്യങ്ങൾ ഇടയിൽ പറയാം. ഒരു നെക്സോൺ ഡീസലിൽ തുടങ്ങാം. 2021 നെക്സോൺ XZ പ്ലസ് ഡീസൽ മാനുവൽ, മൈലേജിന്റെ കാര്യം പറയണ്ട, 20-22 കിലോമീറ്റർ മൈലേജ് ഉണ്ടാവും. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. എത്ര ഓടിയുണ്ട് ഇത്? 1,20,000 കിലോമീറ്റർ ഉണ്ട്. 1,12,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലായിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം ഒരു 75% മുകളിലുണ്ട്. അപ്പൊ വില നമുക്ക് 6,50,000 രൂപ കൊടുക്കാം. ഏകദേശം അത്രയൊക്കെ തന്നെ ലോണും ചെയ്തു കൊടുക്കാം. മാക്സിമം ഫിനാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. നിങ്ങളുടെ സിബിൽ സ്കോർ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇങ്ങനെ പോകണം അല്ലേ? ഇങ്ങനെ പോകാം. അടുത്തൊരു ചെറിയ ബഡ്ജറ്റിന്റെ വണ്ടി, പുതിയ പേപ്പർ എടുത്ത വണ്ടി, 1967. അതെ, 2010 മോഡൽ LX ആൾട്ടോ, AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വരുന്ന 2030 വരെ പേപ്പറുള്ള വണ്ടി. 1,20,000 രൂപയ്ക്ക് ഫൈനൽ കൊടുക്കാം. 1.25 ലക്ഷം രൂപയ്ക്ക് 5 വർഷത്തെ പേപ്പർ എടുത്തോണ്ട്. 5 വർഷത്തെ പേപ്പർ, അതായത് 31 വരെ, 30 ലാസ്റ്റ് വരെ പേപ്പറുള്ള വണ്ടിയാണ്. ഞാൻ ഇതിന്റെ നമ്പറാണ് കേട്ടോ, 1967 എന്ന് പറഞ്ഞാൽ. എന്റെ മോഡലല്ല, മോഡൽ 2010 അല്ലേ? 2010 അപ്പൊ ഇങ്ങനെ പോയി കറങ്ങി വരാം. ഇത് മറ്റേ ഫിഗോ ആസ്പെയർ പെട്രോൾ വാഹനമാണ്. ഇത് ഫേസ് ലിഫ്റ്റ് ചെയ്താണോ? ലേറ്റസ്റ്റ് മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. 2019 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വണ്ടിയാ. മോഡൽ ഏതാ? 2016 ലാസ്റ്റ് വണ്ടി. ട്രെൻഡ് പ്ലസ് ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നതാണ്. എയർ ബാഗ്, ABS, സ്റ്റിയറിംഗ് കൺട്രോൾ, കമ്പനി ഇമ്പിൾഡ് സ്റ്റീരിയോ, എല്ലാം പെട്രോൾ മാനുവൽ. മെയിൻ്റെനൻസ് വളരെ കുറവുള്ള വാഹനം. ചെറിയ ബഡ്ജറ്റിൽ സ്വന്തമാക്കാം. 3 ലക്ഷം രൂപ നമുക്ക് കൊടുക്കാം. 2016 ലാസ്റ്റ് പെട്രോൾ ട്രെൻഡ് പ്ലസ് വാഹനം. 3 ലാസ്റ്റ് പ്രൈസ് ആണ്. വ്യത്യാസം ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. 2-2.5 ലോൺ കയറും. 2-2.5 ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്യാൻ പറ്റും. ഒരു 50,000 ഒക്കെ അടച്ചു കഴിഞ്ഞാൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മെയിൻ്റെനൻസ് കുറഞ്ഞ് നമുക്ക് ചെറിയ ഫാമിലിക്ക് പറ്റിയ വണ്ടിയാണ്. സെഡാൻ വണ്ടിയാണ്. അത്യാവശ്യം ഡ്രൈവിംഗ് കംഫർട്ടും യാത്രാസുഖം ഒക്കെ ഉള്ള വാഹനമാണ്. ഇതിന്റെ ഓണർഷിപ്പ് നമ്മൾ പറഞ്ഞായിരുന്നു. തേർഡ് ഓണർഷിപ്പാണ്. കിലോമീറ്റർ 80,000 കിലോമീറ്റർ ഓടിക്കുള്ളൂ. അടുത്തത് പോളോ. സിംഗിൾ ഓണർഷിപ്പ്. ഇന്നലെ കമ്പനിയിലെ സർവീസ് ചെയ്തതിന്റെ ബില്ല് അതിനകത്തുണ്ട്. ഇന്നലെ സർവീസ് ചെയ്ത വണ്ടി. അപ്പൊ ഇന്നലെ നമ്പറും ഫാൻസി നമ്പർ, കസ്റ്റമർ പഴയ നമ്പർ ബുക്ക് ചെയ്തെടുത്ത നമ്പർ 5000 KL41F എന്ന് പറഞ്ഞ ഓൾഡ് നമ്പർ ആണ്. 41F 5000 നമ്പർ ബുക്ക് ചെയ്ത് റീ എടുത്ത വണ്ടിയാണ്. അപ്പൊ ഇത് ഏതാ മോഡല്? 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പ്, 1.5 ഹൈലൈൻ പ്ലസ് ഹൈലൈൻ പ്ലസ് ഡീസൽ. അത് ടോപ്പ് എൻഡ് വണ്ടിയാണ്. കിലോമീറ്റർ ലോ ആണ്. 80,000 കിലോമീറ്റർ. കറന്റ് 80,000 കിലോമീറ്ററിന്റെ സർവീസ് ചെയ്തേക്കുന്ന വണ്ടിയാണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി. എല്ലാം കൊണ്ട് തികഞ്ഞൊരു പോളോയാണ്. ഹൈ ക്വാളിറ്റി വണ്ടി വാഹനമാണ്. അപ്പൊ 5,50,000 രൂപയുടെ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ഏകദേശം 4.5 to 5 ഇടയ്ക്ക് നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി ഉള്ള വണ്ടി കേട്ടോ. മൈലേജിന്റെ കാര്യത്തിലും പുറകിലല്ല, ഒരു 18-20 കിലോമീറ്റർ മൈലേജും കിട്ടും. അടുത്തൊരു i20. ഇത് നമുക്ക് ചെറിയ ഓഫർ പ്രൈസ് കൊടുക്കും. നമ്മുടെ 2-3 വണ്ടി ഉണ്ട്. ഇപ്പൊ റിന്യൂവൽ കഴിഞ്ഞ വണ്ടിയാണല്ലേ? ഓക്കെ. ഇതിനകത്ത് ഇപ്പൊ അഡീഷണൽ ആയിട്ട് ഇപ്പൊ ആൻഡ്രോയിഡ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി
ഒന്നുകൂടി ക്വാളിറ്റി ആക്കിയിട്ടുണ്ട് വണ്ടി. ഓക്കെ, ഇതിപ്പോ എന്നൊരു പേപ്പർ ഉണ്ട്? 2031 വരെ പേപ്പർ ഉണ്ട്. മോഡൽ ഏതായിരുന്നു? 2011. ഓക്കെ, നമുക്കൊരു ഓഫർ പ്രൈസിന് കൊടുക്കാം. പറഞ്ഞതല്ല, 1,85,000 രൂപ ലാസ്റ്റ് കൊടുക്കാം. 1,85 ലാസ്റ്റ്. 5 വർഷത്തെ പേപ്പർ എടുത്ത വണ്ടി, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ എല്ലാം ഉള്ളതാണ്. ഇത് ഡീസലാണോ? ഡീസൽ i20. അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ടാവും. കിടക്കാൻ വേണ്ടി 18 to 20 കിലോമീറ്റർ മൈലേജും കിട്ടും. മൈലേജ് ഉണ്ടാവും. ടയർ കണ്ടീഷൻ ഇപ്പൊ എടുത്തിട്ടൊന്നും ചെയ്യാനില്ല, ഒന്നും ചെയ്യാനില്ല. റിന്യൂവൽ കഴിഞ്ഞ വണ്ടി ആയതുകൊണ്ട് തന്നെ. അതന്നെ, പേപ്പർ കഴിഞ്ഞ 5 വർഷത്തേക്ക് നോക്കിയാ വേണ്ട. ഇൻഷുറൻസും ഉണ്ട്, പൊല്യൂഷൻ എല്ലാം പുതിയത്, എല്ലാം എടുത്ത് കിടക്കുന്ന വണ്ടിയാണ്. 1,85,000 നമുക്ക് ഫൈനൽ കൊടുക്കാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞാണ്, ഒന്നുകൂടി എടുത്ത് പറയാം. അതായത് വെള്ളം കയറിയ വണ്ടി, മേജർ ആക്സിഡന്റ് വണ്ടികളൊന്നും നമ്മൾ ചെയ്യാറില്ല. ഇവിടെ നമ്മൾ 7 ദിവസത്തെ ചെക്കിംഗ് വാറന്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഫുൾ ടാങ്ക് കൊടുക്കുന്നത്, ഫുൾ ടാങ്ക് പെട്രോൾ കൊടുക്കുന്നുണ്ട് ഈ മാസം ലാസ്റ്റ് വരെ. അതായത് ഓണത്തോടനുബന്ധിച്ചാണ് ഈ മാസം ലാസ്റ്റ് വരെ. അതായത് ഈ മാസം 31 ആണെങ്കിൽ 31 വരെ ആയിരിക്കും നമ്മൾ ആ ഓഫർ കൊടുക്കുന്നത്. ഡീസൽ വണ്ടി ആണെങ്കിൽ ഡീസൽ വണ്ടി, പെട്രോൾ വണ്ടി ആണെങ്കിൽ പെട്രോൾ വണ്ടി, ഫുൾ ടാങ്ക് ഇന്ധനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അടുത്തത് വീണ്ടും ഒരു മൈലേജ് ചാമ്പ്യൻ ആണ്. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. വെർണ ഡീസൽ ഹൈ ക്വാളിറ്റി വാഹനം എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി വാഹനമാണ്. 1.6 SX ഡീസൽ. ആകെ ഇതിനകത്തുള്ളൊരു അപാകത എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ് 4th ആണ്. വണ്ടി ഞാൻ ഫുൾ ഗ്യാരണ്ടി 7 ദിവസം നമ്മൾ വാറന്റി എല്ലാവരും കൊടുക്കുന്നുണ്ട് കസ്റ്റമറിന്. ഓടിച്ചു നോക്കാം, 100 കിലോമീറ്റർ ഓടിച്ചു നോക്കാം. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓണർഷിപ്പ് ഒരു വീട്ടിൽ തന്നെ 2 തവണ മാറിയിട്ടുണ്ട്. നമ്മളത് പറഞ്ഞ ആളുകൾ വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് നമ്മൾ അതിനെ കുറിച്ച് ഡീറ്റെയിൽ പറയുന്നില്ല. ഒരു വീട്ടിൽ തന്നെ 2 തവണ മാറിയതാണ് പ്രശ്നമായി പോയത്. അതാ പ്രശ്നമായി പോകും, പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം പ്രശ്നമായി പോകും, ഏറി കയറേണ്ടി വരും. അതുകൊണ്ട് നിലവിൽ 4th ഓണർഷിപ്പ്. ഹൈ ക്വാളിറ്റി വാഹനം, സ്പെയർ കീ സർവീസ് ബുക്ക് ഉള്ള കമ്പനി സർവീസ് ഉള്ള വാഹനമാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി വണ്ടി. ഫൈനൽ പ്രൈസ് 3,10,000 രൂപ 2013 SX പറഞ്ഞു കൊടുക്കാം. 3,10,000 രൂപയ്ക്ക് 2013 ഓപ്ഷണൽ ആണോ? SX ആണ് വരുന്നത്. 1.6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഡീസലിൽ വരുന്ന വണ്ടി. അപ്പോൾ ഇതിന് ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? 13 ഫിനാൻസ് 2 വരെ ഫിനാൻസ് ചെയ്ത് തരാം. 2 വരെ ഫിനാൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നിങ്ങൾക്ക് വലിയൊരു സെഡാൻ എടുക്കാൻ പറ്റുന്നതാണ്. അടിപൊളി വണ്ടി. അടുത്തത് ഡസ്റ്റർ 2014 ഡിസംബർ. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പ്. ഇത് 85 PS ആണ് വണ്ടി. ഡീസലാണ്. എത്ര ഓടിയുണ്ട്? RXL ഓപ്ഷനിലാണ്. 1,25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പുതിയ ഇൻഷുറൻസ്, ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. നമുക്കിത് അത്യാവശ്യം ലോണും കയറുന്ന വാഹനമാണ്. 3,65,000 രൂപയ്ക്ക് കൊടുക്കാം. 3,65,000. ഏകദേശം 3 ലക്ഷം രൂപ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. ഡീസലാണ്. 85 ആണ്. ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 85 ആകുമ്പോൾ കുറച്ച് മെയിൻ്റെനൻസ് കുറവായിരിക്കും. 110 അപേക്ഷിച്ച് മെയിൻ്റെനൻസ് കുറവായിരിക്കും. ഫുൾ ഓപ്ഷൻ വാഹനമാണ്. അലോയിൽ എയർ ബാഗ്, ABS എല്ലാം കമ്പനി ബിൽഡ് വരുന്ന മോഡലാണ്. ഡീസൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് 18 to 20 അടുത്ത് നമുക്ക് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അടുത്തതും ഡീസൽ തന്നെ, ഡീസൽ വാഹനമാണ്. ഹോണ്ട ജാസ് 2015 ഡിസംബർ. സെക്കൻഡ് ഓണർഷിപ്പ്. 1,10,000 കിലോമീറ്റർ. കമ്പനി സർവീസ്. SMT ഓപ്ഷനിലാണ്. S ആണ്. S വേരിയന്റിൽ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്ന വണ്ടി. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു മോഡലാണ്. അഡ്ജസ്റ്റബിൾ സ്റ്റിയറിംഗ് കൺട്രോൾ. അലോയ് ഉണ്ടാവില്ല, അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളുള്ളൂ. മൈലേജ് 20 to 22 കിലോമീറ്റർ എങ്ങനെ മൈലേജ് കിട്ടുന്ന വാഹനമാണ്. അതെ, ഇന്നത്തെ വീഡിയോയിൽ കുറെ മൈലേജ് ചാമ്പ്യൻ വണ്ടികൾ, കുറെ ഡീസൽ വണ്ടി സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. അതെ. അപ്പോൾ വില ഇത് നമുക്ക് 4,60,000 രൂപ കൊടുക്കാം. 4,60. 15 ഡിസംബർ 16 ഫസ്റ്റ് വാഹനമാണ്. ഏകദേശം 4 ലക്ഷം രൂപ അടുത്ത് ലോണും ചെയ്ത് കൊടുക്കാം. 50-60 രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും, സ്വന്തമാക്കാൻ പറ്റും. അടുത്തത് GT ആണോ? ഇത് 1.5 ഡീസൽ. GT അല്ല, സ്റ്റിക്കർ ഔട്ട് ചെയ്യുന്നതാണ്. 1.5 വരുന്ന ഡീസൽ ബ്ലാക്ക് വണ്ടിയാണ്. പോളോയില് കുറച്ച് കുറവാണ് ബ്ലാക്ക് വണ്ടി. അത്യാവശ്യം ഡിമാൻഡും ഉണ്ട് ബ്ലാക്കിന്. പിന്നെ എക്സ്ട്രാ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് മോഡൽ ഏതാ? 2016 മോഡല്. കംഫർട്ട് ലൈൻ ആണ്. ഹൈലൈൻ്റെ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കംഫർട്ട് ലൈൻ ടോപ്പ് എൻഡിലെ ലുക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. 1.5 ഡീസലാണ്. മൈലേജിന്റെ കാര്യത്തിൽ 18 കിലോമീറ്റർ മൈലേജും കിട്ടും. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് 1,40 ഓടിയിട്ടുണ്ട്. 4,50,000 രൂപ 2016 വണ്ടി കൊടുക്കാം. 4,50. ഫ്രണ്ടിൽ ലിപ്പ് സ്കേറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. 4,50 അല്ലേ? 4 ലക്ഷം രൂപ വരെ ലോണും ചെയ്ത് കൊടുക്കാം. 4 ലക്ഷം വരെ ലോൺ ചെയ്യാൻ പറ്റും. വേറെ റീപ്ലേസ്മെന്റ് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. കണ്ട ഒരു എക്സ്ട്രാ ക്വാളിറ്റി വന്നവനാണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. സ്പോർട്ടി ലുക്ക് ഉണ്ട്. അടുത്തൊരു സിംഗിൾ ഓണർഷിപ്പ് വീണ്ടും പോളോ. 2016 മോഡല്. സിംഗിൾ ഓണർഷിപ്പ്. 1.5 ഹൈലൈൻ പ്ലസ്. ഓക്കെ. ഇത് TDI ആണോ? അതെ, ഇതും ഡീസൽ വണ്ടിയാണ്. ഇതും മൈലേജ് വണ്ടിയാണ്. നമ്മൾ 4 വണ്ടി ഉണ്ട്. നമ്മൾ ഡീസൽ ഓൾറെഡി സ്റ്റോക്ക് കയറാനുണ്ട്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നു. അതെ, ഒരെണ്ണം ഉണ്ടായിരുന്നു. ഇത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 90,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 90,000 കിലോമീറ്റർ. നല്ല വെറൈറ്റി കളറാണ്. അതെ,
അത്യാവശ്യം കുഴപ്പമില്ല. അത്യാവശ്യം മോഡിഫൈ ചെയ്യാൻ പറ്റിയ കളറാണ്. മോഡിഫൈഡ് ചെയ്യാൻ പറ്റിയ കളറാണ്. അത് കഴുകാതൊക്കെ കൊണ്ടുനടക്കാൻ പറ്റിയ കളറാണ്. അപ്പൊ വില നമുക്ക് 5,25,000 രൂപ കൊടുക്കാം. 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് ആണ്. 5.25 ലക്ഷം രൂപയാണ് വണ്ടിക്ക് പറയുന്ന വില. 4.5 ലക്ഷം രൂപ വരെ ലോണും ചെയ്ത് കൊടുക്കാം, ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കൊരു ടാക്സി വാഹനമാണ്. ഇത് നമുക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാവുന്നതാണ്. 2014 വണ്ടി. ഓക്കെ. 80,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ടാക്സി ആയിട്ട് പോലും. ഡീസൽ ആയിരിക്കുമല്ലോ. ഡീസൽ ആൻഡ്രോയിഡ് കാര്യങ്ങളെല്ലാം അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പേപ്പർ പുതിയ ടാക്സ്, ടാക്സ് ലൈഫ് ടാക്സ് ആണ്. ഇൻഷുറൻസ് റിന്യൂവലൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2,50,000 രൂപ നമുക്ക് പുതിയ പേപ്പർ എടുത്ത് കൊടുക്കാം. ഊബറൊക്കെ അറ്റാച്ച് ചെയ്തേക്കുന്ന വാഹനമാണ്. ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. എത്ര വരെ കയറുമായിരിക്കും? ഇത് നമുക്കൊരു 1.25 to 2 രൂപ അടുത്ത് ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം, ചെയ്യാൻ പറ്റും. എല്ലാ ടാക്സി പർപ്പസിന് പറ്റി എല്ലാം കിടക്കുന്ന വണ്ടിയാണ് അല്ലേ? അതെ. GPS സംഭവങ്ങളെല്ലാം എല്ലാം കറന്റ് ചെയ്ത് നമുക്ക് ടെസ്റ്റ് റിന്യൂവൽ ചെയ്ത് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാം. അടുത്ത ഒരു ലോ കിലോമീറ്റർ വാഹനമാണ് ടെറാനോ. 2016 മോഡല് സിംഗിൾ ഓണർഷിപ്പ്, വെറും 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 40,000. 5 ടയർ ബ്രാൻഡ് ന്യൂ ടയറാണ്. ഓക്കെ. റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. സ്പെയർ കീ, സർവീസ് ബുക്ക്, ബാക്കി കാര്യങ്ങളെല്ലാം. ഡീസൽ അല്ലേ? പെട്രോൾ ആണ്. മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. പെട്രോൾ മാനുവൽ ആണ്. സീറോ മെയിൻ്റെനൻസ് തന്നെ പറയാം. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി, ലോ കിലോമീറ്റർ ആണ്. നമുക്ക് ഇതുപോലെ ചെറിയ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. 5 ലക്ഷം രൂപ വില. ഒരു 4.5 രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 50 രൂപ അടച്ചാൽ എടുക്കാൻ പറ്റും. മെയിൻ്റെനൻസ് നമുക്ക് ഡീസൽ സംബന്ധിച്ച് മെയിൻ്റെനൻസ് സീറോ ആയിരിക്കും. പ്രോപ്പർ സർവീസ് മാത്രം മതി. പിന്നെ നമ്പറാണെന്ന് വിളിക്കാം. 6555. അടുത്തൊരു ബൊലേറോ ആണ്. ഇത് നമുക്ക് വേണമെങ്കിൽ പുതിയ റിന്യൂവൽ എടുത്തു കൊടുക്കാം, അല്ലെങ്കിൽ അതിന്റെ പേയ്മെന്റ് കുറച്ച് കൊടുക്കാവുന്നതാണ്. ഡിസംബർ വരെ പേപ്പർ ഉണ്ട്. മോഡല് 2011 ഡിസംബർ. ഇത് ഒറിജിനൽ ന്യൂ ഷേപ്പ് വാഹനമാണ്. നമുക്കത് പുതിയ ടാക്സ്, ടെസ്റ്റ്, ഇൻഷുറൻസ് എല്ലാം ചെയ്ത് 3.40 കൊടുക്കാം. 5 വർഷത്തെ പേപ്പർ എടുത്ത്. കിലോമീറ്റർ ഒക്കെ എത്ര ഓടി ഉണ്ടാവും? 1.40 ഓടിയുണ്ട്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിൽ നടക്കുന്നത്. 3,40,000 രൂപ. റിന്യൂവൽ ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനിയിപ്പോ ഡിസംബർ റിന്യൂവൽ ചെയ്ത് കൊടുക്കാം. അതിന്റെ പേയ്മെന്റ് കുറച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. ബാക്കിൽ വണ്ടി ഉണ്ടല്ലോ. ബാക്കിൽ XUV 2 ഉണ്ട്. പുറകിൽ നിന്ന് പോയിട്ട് വരാം. ചെറിയ ബഡ്ജറ്റിനുണ്ട്, സ്വന്തമാക്കാൻ പറ്റിയ മോഡലാണ്. ഓക്കെ. ചെറിയ ബഡ്ജറ്റ് ഓപ്ഷൻസിന് കുറവില്ല. 5 ടയർ പുതിയതാണ്. നമ്മൾ ചുമ്മാ പറയണല്ല, നിങ്ങൾക്ക് ഇതേ വീഡിയോയിൽ കാണിച്ചു കൊടുത്തത്. 5 ടയറും കടും പുത്തൻ ടയറാണ്. സ്റ്റെപ്പിന് ഉൾപ്പ് 2012 ഡിസംബർ. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനമാണ്. 6 എയർ ബാഗ് എല്ലാം അലോയ്സ് ഒക്കെ വരുന്ന മോഡൽ. ഫൈനൽ വില 4 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തരാം. ഒരു റീപ്ലേസും ഇല്ല. 7 സീറ്റർ വണ്ടി, ഫുൾ ഓപ്ഷൻ വണ്ടി. ഇത് ഓടി കിലോമീറ്റർ 1,29,000 കിലോമീറ്റർ. പ്രോപ്പർ സർവീസ് പോയിക്കണം. സ്പെയർ കീ, സർവീസ് ബുക്ക്, പുതിയ ബാറ്ററി. ഇനിയിപ്പോ പുതിയ ഇൻഷുറൻസും ഉണ്ട്, ടയറും ഉണ്ട്. 25,000 രൂപ മുടക്കി 5 ടയറും പുതിയതുണ്ട്. അതെ. അതിന്റെ മുകളിൽ റേറ്റ് വരും. ഫിനാൻസ് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? ഫിനാൻസ് ശ്രീരാമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആവശ്യക്കാർ നിർബന്ധമാണ് മാത്രം. അടുത്ത ഒരു 10 ആണ്, W10 ടോപ്പ് എൻഡ്. അപ്പൊ മോഡൽ ഏതാ? 2016 ഡിസംബർ വണ്ടി. ഇതിനും പുത്തൻ ടയർ എടുക്കുന്നുണ്ട്. അതെ. W10 നമ്മൾ പുതിയ കസ്റ്റമറോട് പറയാൻ നമ്മൾ ഒരു ടയർ മോശമാവാറില്ല. മോശം കൊണ്ട് നമ്മൾ മാറ്റി ഇടാറുള്ളൂ. നമ്മൾ എപ്പോഴും പിന്നെ 5 പുതിയതുള്ളത് മാത്രം നമ്മൾ എടുത്താണ് പറയുന്നുള്ളൂ. ബാക്കി ഇപ്പൊ കാണിച്ച വണ്ടികൾക്കൊക്കെ ടയർ ഉണ്ട്. ടയർ കുറവൊന്നും ഉണ്ടാവില്ല. ഇത് സൺറൂഫ് വരെ വരുന്ന മോഡലാണ്. 2016 സിംഗിൾ ഓണർഷിപ്പ് W10. ലേറ്റസ്റ്റ് ആയിട്ട് കമ്പനിയിൽ ക്ലച്ച്, മേജർ സർവീസ് എല്ലാം ചെയ്തതിന്റെ സർവീസ് റെക്കോർഡ് കൊടുക്കാം. മേജർ സർവീസുകളെല്ലാം ക്ലച്ച്, ടൈമിംഗ് ചെയിൻ, ടൈം ബെൽറ്റ് എല്ലാം മാറിയുന്നവനാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടി. സ്പെയർ കീ, സർവീസ് ബുക്ക്, ഫുൾ കവർ ഇൻഷുറൻസ് ഏകദേശം 8 ലക്ഷം രൂപ IDV ഉണ്ട്. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് 8.5 ലക്ഷം രൂപയാണ്. ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഒക്കെ ഇറക്കാം. എല്ലാ വീഡിയോയിലും പറയുന്നതാണ് 700-750 സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ സൺറൂഫുള്ള വാഹനം കുറച്ച് എൻക്വയറി കൂടുതലുള്ളതാണ് XUV. തീർച്ചയായിട്ടും. അപ്പോ ഈ പറയുന്ന പോലെയൊക്കെയാണ് കാര്യങ്ങള്. പിന്നെ ഈ ഇന്നത്തെ വീഡിയോയിൽ കുറെ ഡീസൽ വണ്ടി ഉണ്ടല്ലേ? അതെ. E20 പെട്രോളിന്റെ പേടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ. കുറെ ഡീസൽ വണ്ടി ഉണ്ട്. ഇനിയും നമുക്കൊരു 5-6 വാഹനം കയറാനുണ്ട്. മഴയൊക്കെ ആയതുകൊണ്ടാണ് സ്റ്റോക്ക് കയറാത്തത്. ഓണത്തിന് മുമ്പ് ഇനിയും സ്റ്റോക്ക് കയറാനുണ്ട്. നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? അതെ. വീണ്ടും ബൊലേറോ 2019 മോഡല് സിംഗിൾ ഓണർഷിപ്പ് ടാക്സി ആണ് വാഹനം. പുതിയ റിന്യൂവൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ടാക്സ് ലൈഫ് ടാക്സ് വരുന്നത് 2034 വരെ ടാക്സ് വരുന്ന വാഹനമാണ്. പിന്നെ ഈ വണ്ടിക്ക് പറഞ്ഞ പോലെ നമുക്ക് 2 കൊല്ലം കൂടുമ്പോൾ ടെസ്റ്റ് ചെയ്താൽ മതി.
ആ ടെസ്റ്റിംഗ് ഫീസ് മാത്രം മതി, ടാക്സ് അടയ്ക്കണ്ട. ആ. നമുക്കിത് 5,90,000 രൂപ പുതിയ പേപ്പർ എടുത്ത് 19 മോഡൽ ബൊലേറോ കൊടുക്കാം. 19 മോഡൽ ബൊലേറോ. ഇത് കിലോമീറ്റർ എത്ര ഓടിയത്? 1,40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ കമ്പനി സർവീസ്. കമ്പനി സർവീസ്. പിന്നെ ഇത് എറണാകുളം രജിസ്ട്രേഷൻ ആണ്. അതെ. വലിയ ചെറിയ ഓട്ടങ്ങൾക്കൊക്കെ സ്വന്തം KCV കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലും പോകുന്നത്. കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ പറ്റിയ വണ്ടിയാണ്. അപ്പൊ അടുത്തത് ഇന്നോവ. അടുത്തത് ഇന്നോവ ഒറിജിനൽ കേരള 2012 വണ്ടി. GX ആണ്, എയർ ബാഗ് വരുന്ന മോഡലാണ്. ഓക്കെ. കേരള വണ്ടിയാണ്, അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്. പുതിയ ബാറ്ററി, പുതിയ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. 6,25,000 രൂപ നമുക്ക് കൊടുക്കാം. 6,25,000 അല്ലേ? ഏകദേശം നമുക്കൊരു 4 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ലോണും ചെയ്ത് കൊടുക്കാം, നിർബന്ധമുള്ള കസ്റ്റമർ. കേരള വണ്ടിയാണ്, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് എത്ര ഓടിയുണ്ട്? ഇത് 2,25,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 2,17,000 വരെ കമ്പനി ചെയ്തിട്ടുണ്ട്, സർവീസ് ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പിലാണ് കിടക്കുന്നത്. ടൊയോട്ട ഇന്നോവ ആയതുകൊണ്ട് 2 ലക്ഷം കിലോമീറ്റർ ഒന്നുമല്ല, പ്രശ്നമല്ല, കാര്യമൊന്നുമല്ല. കസ്റ്റമർ നേരിട്ടൊന്ന് കാണട്ടെ എന്തെങ്കിലും വ്യത്യാസം കൊണ്ട് ചെയ്ത് കൊടുക്കാം. ഒരു പിക്കപ്പ് കൂടി കൊടുക്കാം നമുക്ക്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിക്കപ്പ് 2013 മോഡലുള്ളതിലും പെട്ടി കാര്യങ്ങൾ സി ചാനൽ പെട്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. ബാക്കിന്റെ പെട്ടി സെപ്പറേറ്റ്. ഏകദേശം 1 ലക്ഷം രൂപ എടുത്ത് മുടക്കി 3 സൈഡ് ഓപ്പൺ ആണ്. 3 സൈഡ് ഓപ്പൺ ആക്കാൻ പറ്റുന്ന സ്ഥിതിയിലൊക്കെ ആക്കിയിട്ടുണ്ട് അല്ലേ? നല്ല സ്ട്രോങ് ബോഡിയാണ്, സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 3,10,000 രൂപ നമുക്ക് ഫൈനൽ കൊടുക്കാം, പുതിയ പേപ്പർ എടുത്ത വണ്ടി. 3,10,000 അല്ലേ? ഫിനാൻസ് ചെയ്യാൻ പറ്റുമോ? ഫിനാൻസ് ചെയ്ത് കൊടുക്കാം. എത്ര വരെ വെച്ച്? ഒരു 2 to 2.25 ലോൺ ചെയ്ത് കൊടുക്കാം. ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. താല്പര്യമുള്ളവർ. അടുത്തൊരു ഡീസൽ വണ്ടി, ചെറിയ പൈസക്ക് സ്വന്തമാക്കാൻ പറ്റിയത്. 2016 സെക്കൻഡ് ഓണർഷിപ്പ് ഹോണ്ട അമേസ്. പറഞ്ഞാൽ പോരാ, മൈലേജ് കിങ്. അതെ, 20-22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന അവനാണ്. എത്ര ഓടിയുണ്ട് ഇത്? 1,50,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എന്നാലും അത്യാവശ്യം കൊള്ളാവുന്ന വണ്ടിയാണ്, നീറ്റ് വണ്ടിയാണ്. നമുക്ക് 3,90,000 രൂപ കൊടുക്കാം. 3,90,000 അല്ലേ? 3.5 ലക്ഷം രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 3 ലക്ഷം വരെ 40 രൂപ 50 രൂപ ഉണ്ടെങ്കിൽ ലോൺ ചെയ്ത് കൊടുക്കാവുന്ന പറ്റുന്ന വണ്ടിയാണ്. അപ്പോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ വണ്ടികളല്ലേ? അതെ. ഒന്ന് കാണിച്ചു കൊടുത്തു. വാഹനങ്ങൾ ഇനിയും കയറാറുണ്ട്. കൂടുതൽ വാഹനങ്ങൾക്ക് ഡീറ്റെയിൽ ആയി നമുക്ക് കാറ്റലോഗ് നോക്കാം, അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. വീണ്ടും എടുത്തു പറയണം, കാറ്റലോഗ് നമ്പറിൽ കോൾ ചെയ്താൽ കിട്ടത്തില്ല. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്ന് പറയുന്ന സ്ഥലം, അത് അറിയാൻ പാടാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് പലർക്കും അറിയില്ല ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്താണെന്നുള്ളത്. പലരും കമന്റ് ഇടാറുണ്ട് എവിടെ നമ്പർ എവിടെയെന്ന്. അപ്പോൾ നമ്മുടെ ആ പേര് താഴത്ത് ഇങ്ങനെ, വീഡിയോയുടെ താഴത്ത് പേര് ഇങ്ങനെ എഴുതി കാണിക്കൂലേ, യൂസ്ഡ് കാർ വിൽപ്പനയ്ക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അവിടെ ഞെക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് വരും. അവിടെയാണ് നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അവിടെ കോൾ ചെയ്യാനുള്ള നമ്പറും കാറ്റലോഗ് നമ്പറും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടായിരിക്കും കൊടുത്തിരിക്കുന്നത്. കാറ്റലോഗ് നമ്പറിൽ കയറി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അതെ, കൂടുതൽ വണ്ടികളുടെ ഡീറ്റെയിൽ നമുക്ക് എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മൾ വേറെ പുറത്തുനിന്ന് വാഹനം എടുത്ത് കൊടുക്കുന്നതാണ്. പാർക്ക് ആൻഡ് സെയിൽ ഫെസിലിറ്റി ഉണ്ട്. എപ്പോഴും പറയുന്ന പോലെ ഓൾ കേരള ഡെലിവറി ഉണ്ട്. പർച്ചേസ് ഉണ്ട്, പാർക്ക് ആൻഡ് സെയിൽ ഉണ്ട്. നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. ഇപ്പൊ ഈ ഓണത്തിന് ഒരു ഓഫർ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഈ മാസം ലാസ്റ്റ് വരെ നമ്മൾ അതും കൊടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ സമീപിക്കാം. നല്ലൊരു മാർക്കറ്റ് വില നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ഉണ്ട്. ഇനിയിപ്പോൾ പാർക്ക് ആൻഡ് സെയിൽ ആണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. വാഹന സംബന്ധമായുള്ള എലിജിബിലിറ്റി എല്ലാം നമുക്ക് അറ്റൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പം മുന്നത്തെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, കയറി നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോകുക, സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിക്കാം. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ലൊക്കേഷൻ ഒന്നുകൂടി പറയാം. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ മലമുറിയാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ ഈ ഒരു ഓഫർ തീരുന്നതിന് മുമ്പ് വന്ന് വണ്ടി എടുത്താൽ നിങ്ങൾക്ക് ഫുൾ ടാങ്ക് ഇന്ധനം കിട്ടുന്നതായിരിക്കും. വരിക, വണ്ടി എടുക്കുക. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മേജറായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉള്ള വണ്ടികൾ ഉണ്ടാവില്ല. മെക്കാനിക്കിനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യാം, ടെസ്റ്റ് ഡ്രൈവ് അടിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. സർവീസ് സെൻ്ററിൽ കാണിക്കാം. അപ്പോൾ ഹാപ്പി ഓണം, അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ നിങ്ങൾക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.